കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ 2024 വരെയുള്ള കണക്കെടുത്താൽ പോലും, അതിനുശേഷവും ലേറ്റസ്റ്റ് കണക്കുകൾ വന്നിട്ടുണ്ട്, എടുത്താൽ പോലും 18,045 ആളുകളാണ്, ഡോക്ടർമാരാണ് തൊഴിലില്ലാതെ രജിസ്റ്റർ ചെയ്തിട്ട് തൊഴിൽ വേണം സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 72,446, ഏകദേശം 75,000 ആളുകളാണ്, എഞ്ചിനീയർമാരാണ് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ട് തൊഴിൽ അന്വേഷിക്കുന്നതായിട്ട് നിൽക്കുന്നത്. ഇനി വേറെ തമാശ എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പൊറോട്ട അടിക്കാനും പിന്നെ വീട്ടിലേക്കുള്ള ചെറിയ ജോലികൾക്ക് ഉൾപ്പെടെ ഈ പ്രൊഫഷണലുകൾ വരുന്ന ഒരു കാലത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. പത്രമിടുന്നതിന് എഞ്ചിനീയർമാർ വരുന്നുണ്ട്. ഇത് ഞാൻ വളരെ ആധികാരികമായിട്ടാണ് പറയുന്നത്. പൊറോട്ട അടിക്കുന്ന അല്ലെങ്കിൽ തട്ടുകടയിൽ എഞ്ചിനീയർമാരുണ്ട്. അതൊന്നും മോശം തൊഴിലാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അണ്ടർ എംപ്ലോയ്മെൻറ്റിൻ്റെ ഒരു നാടായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നതിനേക്കാൾ ഗുരുതരമായ മാനസിക, ഭൗതിക, സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ പ്രതിസന്ധിയാണ് അണ്ടർ എംപ്ലോയ്മെൻറ്റ്. കാരണം ഒരാളെ ഡോക്ടറാക്കുമ്പോൾ എത്ര ലക്ഷം രൂപയാണ് സർക്കാരിന് ചിലവാകുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ വൈസും ഫീസിൻ്റെ ഇളവ് കൊടുത്തും പല രൂപത്തിൽ കൺസെഷൻ കൊടുത്തും ഒക്കെ എത്ര രൂപയാണ് സർക്കാരിന് ചിലവ് വരുന്നത്. വീട്ടുകാർക്ക് ഒരാൾ ഡോക്ടറായി മാറുമ്പോൾ സാധാരണ MBBS ഒക്കെ എടുത്തു വരുമ്പോൾ എത്ര ലക്ഷം രൂപയാണ്. കുട്ടികളുടെ എന്തുമാത്രം സമയം, അധ്വാനം, ബുദ്ധി, ശക്തി, പണം ഇതെല്ലാം കൊടുത്തിട്ടാണ് അവർ ഡോക്ടറാവുന്നത്. പക്ഷേ അവർക്ക് ജോലിയില്ല. അതുപോലെ എഞ്ചിനീയർമാർ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും അതുപോലെ ഫുഡ് സപ്ലൈയിലും എല്ലായിടത്തും ഈ എഞ്ചിനീയർമാരുടെ ഒരു കടന്നുകയറ്റം വന്നിട്ട് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചാൽ മതി എന്നുള്ള നിലയിലേക്കാണ് എഞ്ചിനീയർമാർ പോകുന്നത്. ഞാനിവിടെ തൊഴിലുറപ്പിൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് കുറേ വീഡിയോ ചെയ്തിരുന്നു. അതിൽ എനിക്ക് 2-3 പേർ എനിക്ക് അയച്ച മെസ്സേജ് വളരെ സങ്കടകരമായ മെസ്സേജാണ്. MA പാസ്സായിട്ടുള്ളവർ തൊഴിലുറപ്പ് പണി ചെയ്യുന്നുണ്ട്. തൊഴിലുറപ്പ് പണി മോശമല്ല, ആർക്കും ചെയ്യാം, ഒരു പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ തള്ളിമറിക്കുന്ന കേരളത്തിൽ, ഒന്നാമതാണ് തള്ളുന്ന കേരളത്തിൽ, PGക്കാർക്ക് പോലും ജോലിയില്ല. അവർ ഇങ്ങനെ അണ്ടർ എംപ്ലോയ്മെൻറ്റിൻ്റെ പേരിൽ 350 രൂപ 69 രൂപയ്ക്ക് തൊഴിലുറപ്പിന് പോകേണ്ടി വരുന്നു. ഹരിതകർമ്മസേനയിൽ പോകേണ്ടി വരുന്നു. ഇത് പോകുന്നതിലോ അല്ല അഭിമാനമോ ജോലിയൊന്നുമില്ല. ഒരു ജോലി മാർക്കായിട്ടും ദളിതന്മാർക്കെന്നോ പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കെന്നോ പാവപ്പെട്ടവർക്കെന്നോ ഒന്നും മാറ്റി വെച്ചിട്ടില്ല. പക്ഷേ അതിന് ഇത്രയും വിദ്യാഭ്യാസം അവർ ചെയ്തു വരുമ്പോൾ അതിൽ അവർക്കുണ്ടാകുന്നൊരു മാനസിക സംഘർഷം. ഞാൻ MA പാസ്സായിട്ട് ഡോക്ടറായിട്ട് എഞ്ചിനീയറായിട്ട് ഞാനിത് ചെയ്യേണ്ടി വരുന്നല്ലോ ഈ ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ എന്നുള്ള അവർക്കുണ്ടാകുന്നൊരു പ്രശ്നം, സമൂഹത്തിനുണ്ടാകുന്ന പ്രശ്നം, ഖജനാവിന് ഉണ്ടാകുന്ന നഷ്ടം, ഇതൊന്നും ചർച്ച കേരളത്തിൽ ചെയ്യുന്നില്ല. ഇവിടെ സൂമ്പയും ഭാരതാംബയും പാദപൂജയും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ എടുത്തുകൊണ്ട് വിവാദങ്ങളാക്കി ആവശ്യമില്ലാത്ത തർക്കങ്ങൾ ഉണ്ടാക്കാനാണ് യുവജന സംഘടനകൾക്ക് പോലും താല്പര്യം. എല്ലാവരും താല്പര്യപ്പെടുന്നത് ഒരുതരം ഒരു ഡേർട്ടി പൊളിറ്റിക്സിൻ്റെ ഒരു കൾച്ചറിലേക്കാണ് എല്ലാവരും പോകുന്നത്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥ പ്രശ്നം ആദിവാസികൾ മുതൽ മത്സ്യത്തൊഴിലാളികൾ വരെയുള്ള, കാട് മുതൽ കടൽ വരെ തീരം വരെയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളുടെ വളരെ ഗൗരവമായ ജീവിത പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. അണ്ടർ എംപ്ലോയ്മെൻറ്റ് പോലുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാതെ നമ്മളിങ്ങനെ വല്ലാത്ത രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കി നടക്കുകയാണ്. എന്തായാലും കൊള്ളാം. നമുക്ക് കേരളത്തിൻ്റെ ഒരു വികസന മാതൃക എന്താണ്, മധ്യവർഗത്തിൻ്റെതാണ് കേരളം എന്നുള്ള നിലയിൽ കാര്യങ്ങൾ മാറുന്നു എന്നും ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പഠനങ്ങൾ വരുന്നു. എന്തൊക്കെ പഠനങ്ങൾ വന്നാലും എന്തെല്ലാം സംഭവിച്ചാലും കേരളത്തെ ഒന്ന് റീവിസിറ്റ് ചെയ്യേണ്ടതുണ്ട്, റീഡിസൈൻ ചെയ്യേണ്ടതുണ്ട്. അതിനാർക്ക് കഴിയും എന്നുള്ളതാണ് ഇനിയിപ്പോൾ പ്രതീക്ഷ. BJPയിൽ ഒരു പ്രതീക്ഷ വച്ചിട്ടുണ്ട്. കാരണം രാജീവ് ചന്ദ്രശേഖർ പറയുന്നു വികസിത കേരളമാണ് ലക്ഷ്യം, ഇവിടെ വ്യവസായം കൊണ്ടുവരും, തൊഴിൽ കൊണ്ടുവരും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അതൊക്കെ സാധ്യമാകുമോ? നമ്മുടെ ഡോക്ടർമാർക്കും എഞ്ചിനീയർമാർക്ക് മാന്യമായ തൊഴിൽ ലഭിക്കുമോ? നമ്മുടെ ഈ പറയുന്ന പോലെ വളരെ അണ്ടർ എംപ്ലോയ്മെൻ്റ് ഉള്ള നാട്ടിൽ പഠിച്ചിറങ്ങുന്നതിനനുസരിച്ചുള്ള തൊഴിൽ കിട്ടുമോ? അതിനുള്ള പുതിയ സന്നാഹങ്ങൾ കേന്ദ്ര സർക്കാരുകളും ഇവിടെ രാജീവ് ചന്ദ്രശേഖരൻ്റെയൊക്കെ നേതൃത്വത്തിൽ കേരളത്തിൽ വരുമോ എന്നുള്ളൊരു കൗതുകവും നമ്മൾ കാത്തിരിക്കുന്നു. എന്തായാലും നമുക്ക് കാണാം എന്താണ് വികസിത കേരളം എന്ന സങ്കല്പത്തിൽ അല്ലെങ്കിൽ ആ കൺസെപ്റ്റിൽ പുറത്തു വരുന്നതെന്ന് കൂടി അറിയാൻ മലയാളികൾക്ക് താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ വളരെ ഗൗരവമായി നാം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്.